നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. സമരത്തെ നേരിടാൻ സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചു. പണിമുടക്ക് കേരളത്തിൽ ഹർത്താലായേക്കും. മണ്ണുത്തിയിൽ വാഹന പരിശോധനയ്ക്കിടെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ പോലീസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് ഹർജി നൽകി. DGPയെ ജില്ലാ പോലീസ് തെറ്റിദ്ധരിപ്പിച്ചെന്ന് ആക്ഷേപം. അന്തർസംസ്ഥാന വാഹന മോഷ്ടാവും പെൺവാണിഭ കേസിൽ പിടികിട്ട പുള്ളിയുമായ പ്രതിയെ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള LP സ്ക്വാഡ് പിടികൂടി. കൊല്ലം സ്വദേശി ഗ്യാസ് രാജേന്ദ്രനാണ് പിടിയിലായത്. കേരളത്തിൽ കൊട്ടേഷൻ സംഘമായി പ്രവർത്തിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ TP വധക്കേസ് പ്രതികൾക്ക് വിയൂർ സെൻട്രൽ ജയിലിൽ സുഖവാസം ഒരുക്കി നൽകുകയാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് A നാഗേഷ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. രാജ്യത്തെ വിവിധ പ്രമുഖ തൊഴിലാളി യൂണിയൻ സംയുക്തമായി പ്രഖ്യാപിച്ച 24 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. BMS ഒഴികെയുള്ള തൊഴിലാളി സംഘടനകൾ പണിമുടക്കിൽ പങ്കെടുക്കും. KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തില്ല. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് പണിമുടക്ക്. സർക്കാർ ജീവനക്കാരും അധ്യാപകരും KSRTC ജീവനക്കാരും സമരത്തിൽ പങ്കെടുക്കും. പണിമുടക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് ഡയസ് നോൺ ബാധകമാക്കുമെന്നും ഒക്ടോബറിലെ ശമ്പളത്തിൽ നിന്ന് തുക തടഞ്ഞുവെക്കുമെന്നും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു. അക്രമത്തിൽ ഏർപ്പെടുകയോ പൊതുമുതൽ നശിപ്പിക്കുകയോ ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും. മുൻകൂർ അനുമതിയില്ലാതെ ഹാജരാകാതിരിക്കുന്ന താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. പാൽ, പത്രം, ആശുപത്രി തുടങ്ങിയ അവശ്യ സർവീസുകളെയും റെയിൽവേയെയും പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കേരളത്തിൽ പണിമുടക്ക് ഫലത്തിൽ ഹർത്താലാകും. അതേസമയം BMSന് പുറമെ ചില കോൺഗ്രസ് അനുകൂല സംഘടനകളും പണിമുടക്കിൽ നിന്ന് വിട്ട് നിന്നിട്ടുണ്ട്. പണിമുടക്കിൽ പങ്കെടുക്കില്ലെന്ന് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് പെൻഷനേഴ്സ് ഓർഗനൈസേഷൻസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ പ്രകടനം നടത്തി. തുടർന്ന് തൃശൂർ AG's ഓഫീസിന് മുന്നിൽ നടന്ന പൊതുയോഗം കോൺഫെഡറേഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് സംസ്ഥാന പ്രസിഡന്റ് V ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. PG വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. വിവിധ പെൻഷനേഴ്സ് സംഘടനാ ഭാരവാഹികളായ VV പരമേശ്വരൻ, PA സുധാകരൻ, AP ജോസ്, ലോനപ്പൻ, VV അച്യുതൻ, മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. CMS സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിവിധ തൊഴിലാളി സംഘടനകൾ തൃശൂരിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. സ്വരാജ് റൗണ്ട് ചുറ്റി നടത്തിയ പ്രകടനം കോർപ്പറേഷന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം CITU നേതാവ് ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. വിവിധ സംഘടനാ ഭാരവാഹികളായ അനിൽ പൊറ്റേക്കാട്ട്, MR രാജൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ദേശീയ പണിമുടക്കിനെ തുടർന്ന് ജില്ലയിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കിയതായി കമ്മീഷണർ KG സൈമൺ, റൂറൽ SP N വിജയകുമാർ എന്നിവർ അറിയിച്ചു. ജോലിക്ക് ഹാജരാകുന്ന ജീവനക്കാർക്ക് മതിയായ സംരക്ഷണം നൽകും. അടിയന്തര ഘട്ടങ്ങളിൽ വാഹന സൗകര്യം ഏർപ്പെടുത്തും. പ്രധാന കേന്ദ്രങ്ങളിൽ പോലീസ് പിക്കറ്റിംഗ് ഏർപ്പെടുത്തി. പ്രശ്നസാധ്യതാ മേഖലകളിലേക്ക് AR ക്യാമ്പിൽ നിന്ന് കൂടുതൽ പോലീസിനെയും നിയോഗിച്ചു. മണ്ണുത്തിയിൽ വാഹന പരിശോധനയ്ക്കിടെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ പോലീസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് ഹർജി നൽകി. DGPയെ ജില്ലാ പോലീസ് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്നും ആക്ഷേപം. മനുഷ്യാവകാശ പ്രവർത്തകരുടെ കൂട്ടായ്മയായ നേർക്കാഴ്ച സംഘടനയാണ് പോലീസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചത്. വാഹന പരിശോധനയ്ക്കിടെയുണ്ടായ സംസ്ഥാനത്തെ അപകടങ്ങൾ സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും മണ്ണുത്തിയിലെ അപകടത്തിന് ഉത്തരവാദികളായ ഹൈവേ പോലീസിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഇരകളുടെ കുടുംബത്തിന് 5 ലക്ഷം നഷ്ടപരിഹാരം നൽകണമെന്നും ഹർജിയിൽ ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. അപകടം സംബന്ധിച്ച് ജില്ലാ പോലീസ് DGPയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്നും ഹർജിയിൽ ആക്ഷേപമുന്നയിക്കുന്നു. പോലീസ് പരിശോധനയിൽ നിന്ന് ബൈക്ക് വെട്ടിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലാണ് അപകടമുണ്ടായതെന്നും ബൈക്ക് ഓടിച്ചയാൾക്ക് ഹെൽമറ്റും ലൈസൻസും ഇല്ലായിരുന്നുവെന്നും പോലീസ് പരിശോധന നടത്തിയ സ്ഥലത്തു നിന്നും 400 മീറ്റർ അകലെയാണ് അപകടമുണ്ടായതെന്നും DGP വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ എന്തിനാണ് ഈ പോലീസിനെ വെട്ടിച്ച് വളരെ ഓവർ സ്പീഡിൽ ഭാര്യയും കുട്ടിയും കൊണ്ടുവന്ന് മറ്റൊരു വണ്ടിയിലേക്ക് അപകടം ഉണ്ടാക്കുന്നത്? അപ്പോൾ സ്വയം ലൈസൻസ് ഇല്ലാന്ന് സ്വന്തം തോന്നലും സ്വയമുള്ള ഒരു കുറ്റബോധമാണ്. എന്നാൽ ഇത് അസത്യമോ അർദ്ധസത്യമോ ആണെന്നാണ് എതിർവാദം. താൻ ഹെൽമറ്റ് ധരിച്ചിരുന്നതായും പോലീസ് പരിശോധന കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടില്ലെന്നും മുന്നിലുണ്ടായിരുന്ന വാഹനം പോലീസ് തടഞ്ഞു നിർത്തിയപ്പോൾ തന്റെ ബൈക്ക് ബാലൻസ് തെറ്റി മറിഞ്ഞാണ് അപകടമുണ്ടായതെന്നും ഭാര്യയുടെയും മകളുടെയും ദാരുണാന്ത്യത്തിന് സാക്ഷിയാകേണ്ടി വന്ന റഷീദ് അലി പറയുന്നു. പെട്ടെന്നുള്ള ഈ ടെമ്പോന്റെ ഈ ബ്രേക്ക് ഔട്ടിലാണ് ഹൈവേയിൽ ഇങ്ങനെ ടെമ്പോ നടു റോഡിൽ ബ്രേക്ക് ഔട്ടിട്ട്
ഇങ്ങനെ നിർത്തുന്നുള്ളൊരു പ്രതീക്ഷ നമ്മൾ ഈ വേഗത്തിൽ പോകുന്ന ചെറുവാഹന വണ്ടികൾക്ക് ആർക്കും ഒരു പ്രതീക്ഷ ഉണ്ടാവാത്തൊരിതാണത്. എൻ്റെ ബൈക്ക് നിന്ന് മറിയും പോലെയാണ് പറഞ്ഞത്. അല്ലാതെ അത് പെട്ടെന്ന് ഞാൻ 2 ബ്രേക്കും ചെയ്തു. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിനെ ഞാൻ മുൻനിർത്തി പറയാണ് സാറേ, എൻ്റെ തലയിലുണ്ടായിരുന്ന ഹെൽമെറ്റിനെ ഞാൻ ഊരി അവിടെ വെച്ചിട്ടാണ് എൻ്റെ ഈ ഭാര്യയും കുഞ്ഞിനെയും നോക്കിയത്. പിന്നെ ഈ ഹൈവേ പോലീസിൻ്റെ ഒരു ചെക്കിങ്ങോ അല്ലെങ്കിൽ പോലീസിനെയോ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തെ മുൻനിർത്തി പറയാൻ ഞാൻ കണ്ടിട്ടില്ല. ഇരുചക്രവാഹന ലൈസൻസ് ഇല്ലായിരുന്നുവെന്നത് ശരിയാണെങ്കിലും 4 ചക്ര 3 ചക്ര വാഹനങ്ങളുടെ ഇന്ത്യൻ ലൈസൻസും സൗദി അറേബ്യൻ ലൈസൻസും റഷീദ് അലിക്കുണ്ടായിരുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് റഷീദിന്റെ ഹെൽമറ്റ് പോലീസ് എടുത്തുമാറ്റുന്നത് വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്നിരിക്കെ ഇക്കാര്യത്തിൽ പോലീസ് കള്ളക്കഥ മെനയുകയായിരുന്നുവെന്നും DGPയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്നും നേർക്കാഴ്ച സംഘടന ആരോപിക്കുന്നു. പൊന്തക്കാടിനുള്ളിൽ ജീപ്പ് ഒളിപ്പിച്ചു നിർത്തി വളവുള്ള റോഡരികിൽ പരിശോധന നടത്തിയ പോലീസ് തന്നെയാണ് അപകടത്തിന്റെ യഥാർത്ഥ കുറ്റക്കാരെന്നും പോലീസിന്റെ തെറ്റായ റിപ്പോർട്ട് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും നേർക്കാഴ്ച പ്രവർത്തകനായ PB സതീഷ് ആവശ്യപ്പെട്ടു. അപകടങ്ങളെ വ്യക്തമായ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഇപ്പോൾ റഷീദ് അലിയുടെ കുടുംബത്തിന് പോലീസ് വീഴ്ച മൂലമുണ്ടായ അപകടം തന്നെയാണ്. അതിൽ നിന്ന് ഈ പോലീസുകാരെതിരെ അന്വേഷണം നടത്തി ഇവരിൽ നിന്ന് 5 ലക്ഷം രൂപ ഈടാക്കി ഈ കുടുംബത്തിന് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഹർജി നൽകിയിട്ടുള്ളത്. അപകടത്തെ തുടർന്ന് പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിക്കാതെ അപകടം വീഡിയോയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചതും ജനരോഷം ഭയന്ന് SI സ്ഥലത്തു നിന്ന് മുങ്ങിയതും മനുഷ്യാവകാശ കമ്മീഷന് സമർപ്പിച്ച ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ജനങ്ങളുടെ സംരക്ഷകരാകേണ്ട പോലീസ് അപകടങ്ങൾക്ക് കാരണക്കാരാവുകയും കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് അധികാര ദുർവിനിയോഗം നടത്തുകയായിരുന്നുവെന്നും പരാതിയിൽ ഉന്നയിക്കുന്നു. TCV ന്യൂസ്, തൃശൂർ. അന്തർ സംസ്ഥാന വാഹന മോഷ്ടാവും പെൺവാണിഭ കേസിൽ പിടികിട്ടാപ്പുള്ളിയുമായ പ്രതിയെ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള LP സ്ക്വാഡ് പിടികൂടി. കൊല്ലം സ്വദേശി രാജാലയത്തിൽ രാജേന്ദ്രൻ എന്ന ഗ്യാസ് രാജേന്ദ്രനെയാണ് LP സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. ഇടുക്കി ശാന്തമ്പാറ മടക്കടത്തുള്ള വാടക വീട്ടിൽ നിന്നാണ് പ്രതി പിടിയിലായത്. സാഹിത്യ അക്കാദമി മുൻ പ്രസിഡന്റ് യൂസഫ് അലി കേച്ചിയുടെ വീട്ടിൽ നിന്ന് ക്വാളിസ് മോഷ്ടിച്ച കേസിൽ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു. വില കൂടിയ കാറുകൾ മോഷണം നടത്തിയ ശേഷം ഇടനിലക്കാർ മുഖേന തമിഴ്നാട്ടിലും ബാംഗ്ലൂരിലും വ്യാജ RC ബുക്കുകൾ ഉണ്ടാക്കി വാഹനം വിൽപ്പന നടത്തുകയാണ് ഇയാളുടെ പതിവെന്ന് കമ്മീഷണർ KJ സൈമൺ പറഞ്ഞു. കേരളം, തമിഴ്നാട്, നമ്മുടെ കർണാടക ജില്ലയിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു കുപ്രസിദ്ധി നേടിയ ഒരു കള്ളനാണ് ഇപ്പോൾ നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, രാജേന്ദ്രൻ. ഇവിടെ LP കേസുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പല സ്റ്റേഷനിലും LP കേസ്, ലോങ് പെൻഡിങ് കേസുകളുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ നമ്മൾ കഴിഞ്ഞ മാസം 15 നമ്മൾ അറസ്റ്റ് ചെയ്തിരുന്നു. അത് ഗുരുവായൂരിൽ നമ്മുടെ പെൺവാണിഭവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനിപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തുടർച്ചയുള്ള അന്വേഷണത്തിലാണ് രാജേന്ദ്രനെ അറസ്റ്റ് ചെയ്യുന്നത്. കേരള, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലായി 50ഓളം വാഹനമോഷണ കേസുകളിൽ ഇയാൾ പ്രതിയാണ്. പല സ്ഥലങ്ങളിലും വ്യത്യസ്ത പേരുകളിലാണ് പ്രതി അറിയപ്പെട്ടിരുന്നത്. ഏതാനും മാസം മുമ്പ് ഗുരുവായൂരിൽ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് പെൺവാണിഭം നടത്തിയ കേസിൽ മുഖ്യപ്രതിയാണ് അറസ്റ്റിലായ രാജേന്ദ്രൻ. റെയ്ഡിനിടെ ഫ്ളാറ്റിൽ നിന്ന് രാജേന്ദ്രനും ഭാര്യ ആനിയും തന്ത്രപൂർവ്വം രക്ഷപ്പെടുകയായിരുന്നു. ആനിയെ പിന്നീട് ഗുരുവായൂർ പോലീസ് പിടികൂടിയിരുന്നു. LP സ്ക്വാഡ് അംഗങ്ങളായ ശശിധരൻ, പ്രീബു, വിനോദ് N. ശങ്കർ എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. സിറ്റി പോലീസ് കമ്മീഷണർ 3 മാസം മുമ്പ് രൂപീകരിച്ച LP സ്ക്വാഡ് ഇതുവരെ 80 പിടികിട്ടാപ്പുള്ളികളായ പ്രതികളെ പിടികൂടി. ന്യൂസ് ഡെസ്ക്, TCV. താലിബാനിസത്തേക്കാൾ ഭയാനകമായ രീതിയിൽ കേരളത്തിൽ കൊട്ടേഷൻ സംഘമായി പ്രവർത്തിക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അങ്ങനെ അങ്ങേയറ്റം പ്രാകൃതമായ നിലപാടുകൾ സ്വീകരിക്കുന്ന, ജനാധിപത്യ സംവിധാനത്തെ ഭയപ്പെടുത്തുന്ന, 16-ാം നൂറ്റാണ്ടിലെ പ്രാകൃതരെ പോലെ പെരുമാറുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തിട്ടുള്ള ഈ രാക്ഷസീയമായ സമീപനം ഒരിക്കലും പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയില്ല. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ ശരിക്കും കരിമ്പട്ടികയിൽപ്പെടുത്തേണ്ട ഒരു പാർട്ടിയാണ്. അരുവിക്കര തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ട് നിരവധി പ്രവർത്തകരാണ് BJPയിലേക്ക് വന്നതെന്ന് AN രാധാകൃഷ്ണൻ പറഞ്ഞു. ഇതിൽ വെറിപിടിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരള ജനതയെ ഒന്നടങ്കം വെറുപ്പിക്കുന്ന പ്രാകൃത നിലപാടുകളുമായി സംസ്ഥാനത്ത് അക്രമങ്ങൾ അഴിച്ചുവിടുകയാണ്. ഇതിനെ നേതൃത്വം വഹിക്കുന്നത് പിണറായി വിജയനും കണ്ണൂരിലെ ജയരാജന്മാരുമാണെന്ന് രാധാകൃഷ്ണൻ പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും വലിയ കൊട്ടേഷൻ സംഘമാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. ആ കൊട്ടേഷൻ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ അനുയായികളും, കണ്ണൂർ ജില്ലയിലെ ജയരാജന്മാർ, ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സാധാരണക്കാരായ ആളുകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മിതവാദികളായ നേതാക്കന്മാർ, അവർക്കൊന്നും പ്രസക്തിയില്ലാത്തൊരു സാഹചര്യമാണ്. കണ്ണൂർ നേതൃത്വമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുന്നത്. ഈ നേതൃത്വത്തിൽ പാർട്ടിയിലെ മിതവാദികൾക്ക് പ്രസക്തിയില്ലാതായി. ഇതിനാൽ തന്നെ കണ്ണൂരിലെയും തൃശൂരിലെയും രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പാർട്ടി നേതൃത്വത്തിനുള്ള പങ്ക് അന്വേഷിക്കണം.
മാർക്സിസ്റ്റ് പാർട്ടിയുടെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ വരും നാളുകളിൽ ജനങ്ങളെ അണിനിരത്തി ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തുമെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും VS അച്യുതാനന്ദനും നടത്തിയ പരാമർശങ്ങളെ അവസരവാദപരമായി കണ്ടാൽ മതി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ ഈ മാസം 15-ന് എല്ലാ നിയോജക മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ച് BJPയുടെ നേതൃത്വത്തിൽ ഉപവാസവും സംഘടിപ്പിക്കുമെന്ന് രാധാകൃഷ്ണൻ അറിയിച്ചു. TCV ന്യൂസ്, തൃശൂർ. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് വിയ്യൂർ സെൻട്രൽ ജയിലിൽ സുഖവാസവും തന്നിഷ്ടവും ഒരുക്കി നൽകുകയാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് A. നാഗേഷ് ആരോപിച്ചു. ഉന്നതതല രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ച് ജയിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി പ്രതികൾ ജയിലിൽ തന്നിഷ്ടം കാട്ടി നടക്കുകയാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് A. നാഗേഷ് പറഞ്ഞു. ഇതിനിടെ മറ്റൊരു കേസിലെ പ്രതിയെ TP വധക്കേസ് പ്രതികൾ ജയിലിൽ ക്രൂരമായി മർദ്ദിച്ചതായും പരാതിയുണ്ട്. ഇതിനെതിരെ ശക്തമായ നടപടികൾ ബന്ധപ്പെട്ടവർ എടുക്കണമെന്ന് നാഗേഷ് ആവശ്യപ്പെട്ടു. ക്രിമിനലുകളെ CPM വഴിവിട്ട് സഹായിക്കുന്നതിന്റെ ഭാഗമായാണ് കോഴിക്കോട് ജയിൽ സൂപ്രണ്ടായിരുന്ന ബാബുരാജിനെ വിയ്യൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ഇൻചാർജായി നിയമിച്ചത്. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് വെറും നോക്കുകുത്തിയായി മാത്രം നിലകൊള്ളുകയാണെന്ന് നാഗേഷ് കുറ്റപ്പെടുത്തി. വിയ്യൂർ സെൻട്രൽ ജയിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പാർട്ടി കേന്ദ്രമാക്കാനുള്ള നീക്കത്തിലാണ് എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ജയിലുകളൊക്കെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ ക്രിമിനൽ സംഘം അവരുടെ പാർട്ടി കേന്ദ്രങ്ങളാക്കുന്ന സമയത്ത് നോക്കുകുത്തികളായി നിൽക്കുന്ന സർക്കാർ സംവിധാനമാണ് ആഭ്യന്തര വകുപ്പാണ് ഇന്ന് കേരളത്തിലുള്ളത്. നാടിന്റെയും നാട്ടുകാരുടെയും പുരോഗതിയും വളർച്ചയും തടസ്സപ്പെടുത്തുന്ന ഇടത് വലത് MPമാരെ പൊതുജനമധ്യത്തിൽ തുറന്നുകാട്ടുക എന്ന മുദ്രാവാക്യമുയർത്തി ഈ മാസം 3 മുതൽ 6 വരെ ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും BJPയുടെ നേതൃത്വത്തിൽ ധർണയും പൊതുയോഗവും സംഘടിപ്പിക്കുമെന്നും നാഗേഷ് അറിയിച്ചു. TCB ന്യൂസ്, തൃശൂർ. കൂർക്കഞ്ചേരി വലിയാലക്കലയിൽ ടൂറിസ്റ്റ് ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ചു. മുളയം സ്വദേശി നന്ദിക്കര വീട്ടിൽ കുട്ടപ്പൻ മകൻ 25 വയസ്സുള്ള നിഖിലാണ് മരിച്ചത്. കൊടുങ്ങല്ലൂരിൽ നിന്ന് യാത്രക്കാരുമായി വന്ന ടൂറിസ്റ്റ് ബസ് ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. ദേശീയപാത കുതിരാൻ കൊമ്പടയിൽ കാറും ടെമ്പോയും കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രികരായ കോട്ടയം അതിരമ്പുഴ സ്വദേശികളായ സതീഷ്, ജോമോൻ, കുഞ്ഞുമോൻ, ബേബി തോമസ്, സലീം എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരിൽ കുഞ്ഞുമോൻ, ബേബി തോമസ് എന്നിവരുടെ നില ഗുരുതരമാണ്. ഇന്ന് പുലർച്ചെ 3:30യോടെയായിരുന്നു അപകടം. പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന കാറും തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി കയറ്റി തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ടെമ്പോയുമാണ് കൂട്ടിയിടിച്ചത്. പരിക്കേറ്റവരെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടശേഷം ടെമ്പോ മറിഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം തകർന്നിട്ടുണ്ട്. ചാവക്കാട് ഹനീഫ വധക്കേസിലെ ഗൂഢാലോചനക്കാരെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ട് തൃശൂരിൽ വ്യാപക പോസ്റ്ററുകൾ. തൃശൂർ DCC ഓഫീസിന് മുന്നിലെ മതിലിൽ ഉൾപ്പെടെ വ്യാപകമായി പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട്. ഗൂഢാലോചനക്കാരെ പിടികൂടിയില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ശക്തമായി പ്രക്ഷോഭത്തിന് ഇറങ്ങുമെന്ന മുന്നറിയിപ്പുമായാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. A ഗ്രൂപ്പുകാരനായ ഹനീഫ ഗ്രൂപ്പ് വൈരാഗ്യത്തെ തുടർന്ന് കൊല്ലപ്പെട്ടതെന്ന് ആരോപണം ഉയർന്നിരുന്നു. ഹനീഫ വധക്കേസിൽ പോലീസ് അന്വേഷണം അവസാനിപ്പിക്കാനിരിക്കെയാണ് പോലീസിനെയും കോൺഗ്രസ് നേതൃത്വത്തെയും ഞെട്ടിച്ച് വ്യാപകമായ പോസ്റ്ററുകൾ ഇറങ്ങിയിരിക്കുന്നത്. അതേസമയം പോസ്റ്ററിന് പിന്നിൽ A ഗ്രൂപ്പുകാരാണെന്ന് I ഗ്രൂപ്പ് ആരോപിച്ചു. കന്നഡ എഴുത്തുകാരൻ ഡോക്ടർ MM കൽബുർഗിയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കേരള യുക്തിവാദി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ പ്രകടനം നടത്തി. സംസ്ഥാന സെക്രട്ടറി TK ശക്തിധരൻ, ജില്ലാ സെക്രട്ടറി വേലായുധൻ, പ്രസിഡന്റ് മുകുന്ദൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം IM വിജയന്റെ മാതാവ് ഐനിവളപ്പിൽ മണി ഭാര്യ കൊച്ചമ്മു നിര്യാതയായി. 80 വയസ്സായിരുന്നു. കുറ്റുമുക്കിലുള്ള മൂത്ത മകൻ വിജുവിന്റെ വീട്ടിലായിരുന്നു അന്ത്യം. ചെറുപ്പത്തിൽ ഭർത്താവ് മണി വാഹനാപകടത്തിൽ മരിച്ചതിനെ തുടർന്ന് വിജയനെയും സഹോദരൻ വിജുവിനെയും ഏറെ കഷ്ടപ്പാടുകൾക്കിടയിൽ വളർത്തിയത് അമ്മയായിരുന്നു. കൃഷിപ്പണിയും മറ്റും നടത്തി ഉപജീവനത്തിനുള്ള വക കണ്ടെത്തിയ അമ്മ കൊച്ചമ്മുവിന്റെ തണലിൽ നിന്നാണ് ഇന്ത്യ അറിയുന്ന കായിക താരമായി വിജയൻ വളർന്നത്. കോവിലകത്തും പാടത്തെ ചെറിയ കുടിലിൽ നിന്ന് ചെമ്പൂക്കാവ് ചേറൂർ റോഡിലെ മണിസൗധത്തിലേക്ക് അമ്മയോടൊപ്പം IM വിജയനും കുടുംബവും മാറി താമസിച്ചതോടെ സന്തോഷം നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ ഇവരെ തേടിയെത്തുകയായിരുന്നു. തങ്ങളെ വളർത്തി വലുതാക്കുന്നതിൽ അമ്മ സഹിച്ച കഷ്ടപ്പാടുകൾ IM വിജയൻ എക്കാലവും സ്മരിച്ചിരുന്നു. വ്യവസായവൽക്കരണത്തിന്റെ പേരിൽ ഭൂമിയെ ഏറ്റവും മലീമസമാക്കുന്നത് അമേരിക്കയും ചൈനയും പോലുള്ള രാജ്യങ്ങളാണെന്ന് മെൽബൺ രൂപതാ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ പറഞ്ഞു. തൃശ്ശിവപേരൂർ സത്സംഗന്റെ ആഭിമുഖ്യത്തിൽ കുരിയച്ചിറ സെന്റ് പോൾസ് സ്കൂളിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി സംരക്ഷണാർത്ഥമുള്ള പ്രാർത്ഥനാ ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രകൃതിയെ മലിനമാക്കാതിരിക്കാൻ മാത്രമല്ല കുറച്ചുകൂടി സുന്ദരമാക്കാൻ കുട്ടികൾ മുന്നോട്ട് വരണമെന്നും മാർ ബോസ്കോ പുത്തൂർ അഭിപ്രായപ്പെട്ടു. പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ M. മാധവൻകുട്ടി, ഫാദർ സുനിൽ ചിരിയങ്കണ്ടത്ത്, മുഹമ്മദ് ഷക്കീർ, സിസ്റ്റർ ഫെലിസിറ്റ, FCC പ്രൊവിൻഷ്യൽ മദർ ഡോക്ടർ റോസ് അനിത,
വടക്കുംപാട്ട് നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. വൃക്ഷപ്രേമികളായ ഫാദർ ജേക്കബ് തച്ചറാട്ടിൽ, ഷോഗൻ രാജു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഓണത്തോടനുബന്ധിച്ച് കല്യാൺ സിൽക്സ് ഒരുക്കിയ ഓണക്കോടിക്കൊപ്പം 1.5 കോടിയും എന്ന സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് നടന്നു. സമ്മാന പദ്ധതിയുടെ 4ാമത്തെ ആഴ്ചയിലെ നറുക്കെടുപ്പാണ് കോഴിക്കോട് നടന്നത്. വീക്കിലി സമ്മാനമായ വോക്സ് വാഗൺ പോളോ കാറിന്റെ വിജയിയെയും ഡെയിലി സമ്മാനമായ 7 ഹോണ്ട ആക്ടിവ സ്കൂട്ടറുകളുടെ വിജയികളെയും കോഴിക്കോട് മേയർ AK പ്രേമചന്ദ് തെരഞ്ഞെടുത്തു. 7 എയർ കണ്ടീഷണറുകളുടെ വിജയികളെയും 7 LED ടിവികളുടെ വിജയികളെയും കോഴിക്കോട് ഡെപ്യൂട്ടി സിറ്റി പോലീസ് കമ്മീഷണർ D സാലിയും 7 വാഷിംഗ് മെഷീനുകളുടെ വിജയികളെ കോർപ്പറേഷൻ കൗൺസിലർ അനിത രാജനും തെരഞ്ഞെടുത്തു. കല്യാൺ സിൽക്സ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ TS പട്ടാഭിരാമൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ പ്രകാശ് പട്ടാഭിരാമൻ, മഹേഷ് പട്ടാഭിരാമൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. 1.5 കോടിയിലേറെ രൂപയുടെ സമ്മാനങ്ങൾ നൽകുന്ന പദ്ധതി സെപ്റ്റംബർ 15-ന് സമാപിക്കും. തൃശൂർ പരിശുദ്ധ വ്യാകുലമാതാവിൻ ബസലിക്ക ഊട്ടുതിരുനാളിന്റെ പന്തലിന് കാൽനാട്ടി. ബൈബിൾ ടവർ സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ ബസലിക്ക റെക്ടർ ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ കാൽനാട്ടൽ നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ സാജൻ വടക്കൻ, ഫാദർ ജസ്റ്റിൻ കൈതാരത്ത്, ട്രസ്റ്റിമാരായ CR പോൾ, ഡേവി ആന്റോ ചിറക്കേക്കാരൻ, ജോയ് തെക്കനിയത്ത്, തോമസ് ജോർജ് ഉമ്പാവു, ഊട്ട് കൺവീനർ EP ജെയിംസ്, സനീഷ് പോൾ, പബ്ലിസിറ്റി കൺവീനർ പോൾ പെല്ലിശ്ശേരി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഈ മാസം 15-നാണ് ഊട്ടുതിരുനാൾ. പാലപ്പിള്ളി തോട്ടം മേഖലയിൽ വീണ്ടും കാട്ടാനകൾ ഇറങ്ങി. വെളുപ്പിന് ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളികളെ ആനകൾ ഓടിച്ചു. പാലപ്പിള്ളി 6-ലെ പാടികൾക്ക് സമീപവും ചീനി പ്രദേശത്തുമാണ് കാട്ടാനക്കൂട്ടം എത്തിയത്. ആ സമയം ടാപ്പിങ്ങിന് ഇറങ്ങിയിരുന്ന തൊഴിലാളികൾ 9 ആനകളുടെ മുൻപിൽ പെടുകയായിരുന്നു. വെളിച്ചമില്ലാത്ത സമയമായതിനാൽ ആനകളെ കാണാനും കഴിഞ്ഞിരുന്നില്ല. തൊഴിലാളികൾ ഓടി രക്ഷപ്പെട്ടതിനാൽ അപകടമുണ്ടായില്ല. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ ഈ സമയം തോട്ടങ്ങളിൽ ടാപ്പിങ്ങിന് എത്താറുണ്ട്. കഴിഞ്ഞ 2 മാസത്തോളമായി കാട്ടാനകൾ തോട്ടങ്ങളിൽ ഇറങ്ങുന്നത് പതിവായിരിക്കുകയാണ്. വനം മേഖലയോട് ചേർന്നുള്ള തോട്ടങ്ങളിലും പാലപ്പിള്ളി ചിമ്മിനി റോഡിലും കാട്ടാനക്കൂട്ടം ഭീതി പരത്തുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച റോഡിലിറങ്ങിയ കാട്ടാനകൾക്ക് മുന്നിൽപ്പെട്ട ബൈക്ക് യാത്രികരായ കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ഈ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സും കാട്ടാനകൾക്ക് മുന്നിൽ പെട്ടിരുന്നു. ഇതിനിടയിലാണ് വീണ്ടും കാട്ടാനകൾ തോട്ടത്തിൽ ഇറങ്ങിയത്. പാലപ്പിള്ളി വനമേഖലയിലെ ചീനിക്കുന്ന്, കുണ്ടായി, കന്നാട്ടുപാടം, ചിമ്മിനി പ്രദേശങ്ങളിൽ കാട്ടാനകൾ ആശങ്ക പരത്തുമ്പോൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. ശക്തമായ വേലിയേറ്റത്തെ തുടർന്ന് പൊക്കാഞ്ചേരിയിൽ കടൽക്ഷോഭം രൂക്ഷമായി. ഇന്നലെ വൈകിട്ടോടെ രൂപപ്പെട്ട വേലിയേറ്റം ഇന്ന് ഉച്ചയോടെ രൂക്ഷമാവുകയായിരുന്നു. തകർന്ന കടൽഭിത്തിയും കവിഞ്ഞെത്തിയ കടൽവെള്ളം സമീപത്തെ 6 വീടുകൾ വെള്ളക്കെട്ടിലായി. ശരീരം തളർന്ന് കിടപ്പിലായ ചുള്ളിയിൽ രഘുനാഥിന്റെ ഉൾപ്പെടെയുള്ള വീടുകളാണ് വെള്ളക്കെട്ടിലായത്. കടൽവെള്ളം ഒഴുകിപ്പോയിരുന്ന തോട് മണൽ നിറഞ്ഞതാണ് പ്രദേശത്ത് വെള്ളക്കെട്ടിന് ഇടയാക്കിയത്. ഗണേശമംഗലം ബീച്ചിൽ പുതിയ വീട്ടിൽ തെക്കേതിൽ അബ്ദുള്ളയുടെ വീട് കടൽക്ഷോഭ ഭീഷണിയിലായി. ശക്തമായ തിരമാലകളാണ് വീട്ടിലേക്ക് അടിച്ചു കയറുന്നത്. കടൽക്ഷോഭ ഭീതി മൂലം കുടുംബത്തോടൊപ്പം ബന്ധുവീട്ടിലേക്ക് മാറിയ അബ്ദുള്ളയുടെ വീട്ടിൽ അന്യസംസ്ഥാന തൊഴിലാളികളാണ് വാടകയ്ക്ക് കഴിയുന്നത്. മുളകുന്നത്തുകാവ് മേഖലയിലെ മോഷണവുമായി ബന്ധപ്പെട്ട് പ്രതിയുടെ രേഖാചിത്രം തയ്യാറാക്കിയതായി സിറ്റി പോലീസ് കമ്മീഷണർ KG സൈമൺ അറിയിച്ചു. മോഷണം നടന്ന വീട്ടിലെ യുവതി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രേഖാചിത്രം തയ്യാറാക്കിയിട്ടുള്ളത്. മോഷണ രീതി തമിഴ്നാട് മോഷ്ടാക്കളുടേതാണെങ്കിലും സംസാര രീതി തൃശൂർ ഭാഷയിലായതിനാൽ ജില്ലയിലെ മോഷ്ടാക്കളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ടെന്ന് കമ്മീഷണർ പറഞ്ഞു. ഓപ്പറേഷൻ മെത്തേഡ് കാണുമ്പോൾ തമിഴ്നാടിൻ്റെ ഒരു മെത്തേഡ് കാണുന്നുണ്ട്. പക്ഷേ സ്ലാങ് അതിൻ്റെ അകത്ത് വരുന്നത് സംസാരിച്ച സ്ലാങ് ഞാനും ചോദിച്ചാൽ പെൺകുട്ടി ഞാനും കണ്ടു ചോദിച്ചതാണ്. ആ സ്ലാങ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ സ്ലാങ്ങാണ് അവൾ പറയുന്നത്, ആ കുട്ടി പറയുന്നത്. അതിനെ അറിയത്തില്ല. ഏതായാലും കിട്ടിയ ഇത് വെച്ച് ഞാൻ രേഖാചിത്രം തയ്യാറാക്കിയിട്ടുണ്ട്. തൃശൂർ സിറ്റി പരിധിയിൽ വ്യാപകമായി നടന്ന മോഷണ കേസുകളിലെ പ്രതികളെ പിടികൂടുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ മോഷണ സംഘം ഉൾപ്പെടെയുള്ളവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നതെന്നും കമ്മീഷണർ പറഞ്ഞു. ഹൈക്കോടതി ശിക്ഷിച്ചതിനെ തുടർന്ന് ഒളിവിൽ പോയ 3 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കടപ്പുറം ആശുപത്രിപ്പടി പള്ളത്ത് ഷാഹു, മകൻ പള്ളത്ത് ആലിയാമുണ്ണി, മുനക്കക്കടവ് പൊന്നാക്കാരൻ കാദർമോൻ എന്നിവരെയാണ് ചാവക്കാട് CI AJ ജോൺസൺ, SI PD അനൂപ് മോൻ, സ്ക്വാഡ് അംഗങ്ങളായ ലോഫി രാജ്, ശ്യാംകുമാർ, വേണു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. 1998-ൽ അയൽവാസിയായ പുത്തൻപുരയിൽ മൊയ്തീൻ കുഞ്ഞിയെ ആയുധം ഉപയോഗിച്ച് ആക്രമിച്ച കേസിലാണ് പ്രതികൾക്ക് ഹൈക്കോടതി 3 മാസം തടവും 25,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. ഇതേ തുടർന്ന് പ്രതികൾ ഒളിവിൽ കഴിയുകയായിരുന്നു. കേസിലെ മറ്റ് പ്രതികളായ ചെമ്പൻ മജീദ് ഒളിവിലും പള്ളത്ത് മുഹമ്മദ് ഗൾഫിലുമാണ്. പരാതിക്കാരനായ മൊയ്തീൻ കുട്ടി 4 വർഷം മുൻപ് മരിച്ചിരുന്നു. കന്നഡ സാഹിത്യകാരൻ ഡോക്ടർ MM കൽബുർഗിയുടെ വധത്തിൽ പ്രതിഷേധിച്ച് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ പ്രകടനം നടത്തി. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ KG രാധാകൃഷ്ണൻ, സെക്രട്ടറി KS ഹർഷാദ്, സാഹിത്യകാരൻ ഡോക്ടർ കാവുംപായി ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് KV പ്രകാശ്,
സുധിൻ, മീരാഭായ് തുടങ്ങിയവർ പങ്കെടുത്തു. സാഹിത്യ അക്കാദമിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സമാപിച്ചു. മധ്യകേരളത്തിലെ അതിപ്രശസ്തവും പുണ്യപുരാതനവുമായ വാടാനപ്പള്ളി ചക്കാമഠത്തിൽ പൂശാരി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഇന്നു മുതൽ ഈ മാസം 10 വരെ കോടി അർച്ചനാ യജ്ഞം നടക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലെ താന്ത്രിക രംഗത്തെ ആചാര്യന്മാരെ ഉൾപ്പെടുത്തി യജ്ഞശാല ആചാര്യൻ നരേന്ദ്രനാഥ് അടികളുടെ നേതൃത്വത്തിൽ 11 ബ്രഹ്മശ്രേഷ്ഠരുടെ കാർമ്മികത്വത്തിലാണ് കോടിയർച്ചന നടക്കുന്നത്. യജ്ഞശാലയിൽ പ്രത്യേക പൂജകൾ നടത്തുവാനും ഭക്തജനങ്ങൾക്ക് സൗകര്യമുണ്ടായിരിക്കും. ഏകദേശം 30 ലക്ഷം രൂപ ചിലവിൽ സംഘടിപ്പിക്കുന്ന കോടിയർച്ചന യജ്ഞത്തോട് അനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനം ബുധനാഴ്ച വൈകിട്ട് 6:30 CN ജയദേവൻ MP ഉദ്ഘാടനം ചെയ്യും. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ TV ചന്ദ്രമോഹൻ, സിനിമാ താരം ദേവൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം സെക്രട്ടറി വിജയരാഘവൻ, ഖജാൻചി ഷെല്ലി പൊയ്യാറ തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്ര ടൂറിസം സഹമന്ത്രി ഡോക്ടർ മഹേഷ് ശർമ്മ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഇന്ന് പുലർച്ചെ 4:30 ക്ഷേത്രത്തിലെത്തിയ മഹേഷ് ശർമ്മയെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ B. മഹേഷ് സ്വീകരിച്ചു. ദർശനത്തിന് ശേഷം ഇളനീർ, പഞ്ചസാര എന്നിവ കൊണ്ട് തുലാഭാരം നടത്തി. പെരുന്തട്ട ക്ഷേത്രത്തിലും ദർശനം നടത്തിയാണ് കേന്ദ്രമന്ത്രി മടങ്ങിയത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷകദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് ഇടതുപക്ഷ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ തൃശൂരിൽ അവകാശ പ്രഖ്യാപന ദിനം ആചരിച്ചു. ഇതോടനുബന്ധിച്ച് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ മുൻ MLA NR ബാലൻ ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ വൈസ് പ്രസിഡന്റ് MG നാരായണൻ അധ്യക്ഷത വഹിച്ചു. വിവിധ കർഷക സംഘടനാ ഭാരവാഹികളായ CT ജെയിംസ്, KK സുബ്രഹ്മണ്യൻ, അവറോസുകുട്ടി, KK ജോണി, സുധാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. താളിക്കോട് കണിയാംകുഴിയിൽ അടച്ചിട്ട വീടിന്റെ വാതിൽ കുത്തിത്തുറന്ന് 3.5 പവനും പണവും മോഷ്ടിച്ചു. കണിയാംകുഴി പനവളപ്പിൽ ജയന്റെ വീടിന്റെ വാതിൽ കുത്തിത്തുറന്നാണ് 3 പവന്റെ മാലയും 1/2 ഗ്രാമിന്റെ കമ്മലും 1500 രൂപയും മോഷ്ടിച്ചത്. പീച്ചി പോലീസ് കേസെടുത്തു. കഞ്ചാവ് വിൽപ്പനയെ ചോദ്യം ചെയ്ത മത്സ്യത്തൊഴിലാളികളുടെ വീട് തീവെച്ച് നശിപ്പിച്ചു. അകലാട് കാട്ടിലപ്പള്ളി ബീച്ചിൽ കല്ലിവളപ്പിൽ ഷഹീറിന്റെ അടുത്ത ദിവസം താമസിക്കാനിരുന്ന വീടാണ് ഇന്നലെ പുലർച്ചെ 2ഓടെ തീവെച്ചത്. കഴിഞ്ഞ ദിവസമാണ് ഓല കെട്ടിയ വീടിന്റെ പണി പൂർത്തിയായത്. തിങ്കളാഴ്ച രാവിലെ ഷഹീറും ഭാര്യയും ചേർന്ന് വീട് വൃത്തിയാക്കാൻ ചെന്നപ്പോൾ വീടിന് സമീപത്ത് ഇരുന്നിരുന്ന പ്രദേശത്തെ കഞ്ചാവ് വിൽപ്പനക്കാരുമായി വാക്കുതർക്കമുണ്ടായിരുന്നു. ഇന്നലെ പുലർച്ചെ സമീപവാസികളാണ് വീട് കത്തുന്നത് കണ്ടത്. ഓടിയെത്തിയെങ്കിലും എല്ലാ ഭാഗത്തേക്കും തീ പടർന്നിരുന്നു. പെട്രോൾ ഒഴിച്ചാണ് തീയിട്ടതെന്ന് കരുതുന്നു. വടക്കേക്കാട് SI TS റനീഷിന്റെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. മുൻകാല NCC കേഡറ്റുകളുടെ സംഘടനയായ കേഡറ്റ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ക്യാമ്പ് മെമ്മറീസ് സംഘടിപ്പിച്ചു. NCC ഗ്രൂപ്പ് കമാൻഡർ SR ശ്രീധർ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് ആന്റണി കുട്ടഞ്ചേരി അധ്യക്ഷത വഹിച്ചു. ക്യാമ്പ് കമാൻഡന്റ് മേജർ RS ശ്രീനിവാസ്, സുബേദാർ മേജർ PK റായ് തുടങ്ങിയവർ സംസാരിച്ചു. യുവജന ശാക്തീകരണത്തിൽ NCC കാഴ്ചപ്പാട് എന്ന വിഷയത്തിൽ ശില്പശാലയും നടത്തി. അത്താണി ആനേടത്ത് ക്ഷേത്രത്തിന് സമീപം ട്രെയിൻ തട്ടി യുവാവ് മരിച്ചു. പാലക്കാട് മങ്കര സ്വദേശിയാണ് മരിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഇന്ത്യ ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് സൊസൈറ്റിയുടെ ഭാരത് ജ്യോതി അവാർഡ് മുൻ KPCC സെക്രട്ടറി MR രാമദാസിന് സമ്മാനിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ GVG കൃഷ്ണമൂർത്തി അവാർഡ് നൽകി. സാമ്പത്തിക വളർച്ചയും ദേശീയോദ്ഗ്രഥനവും എന്ന വിഷയത്തിൽ ന്യൂഡൽഹി ഇന്ത്യ ഇന്റർനാഷണൽ സെന്ററിൽ സംഘടിപ്പിച്ച സെമിനാറിനോടനുബന്ധിച്ചാണ് അവാർഡ് ദാനം നടന്നത്. സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഷീരിയൻ കണ്ടത് ജുവലറി. സ്വർണം ഗ്രാമിന് 2510, വെള്ളി 10 ഗ്രാമിന് 380, തങ്കം ഗ്രാമിന് 2630. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. സമരത്തെ നേരിടാൻ സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചു. പണിമുടക്ക് കേരളത്തിൽ ഹർത്താലായേക്കും. മണ്ണുത്തിയിൽ വാഹന പരിശോധനയ്ക്കിടെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ പോലീസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഹർജി നൽകി. DGPയെ ജില്ലാ പോലീസ് തെറ്റിദ്ധരിപ്പിച്ചെന്ന് ആക്ഷേപം. അന്തർ സംസ്ഥാന വാഹനമോഷ്ടാവും പെൺവാണിഭ കേസിൽ പിടികിട്ടാപ്പുള്ളിയുമായ പ്രതിയെ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള LP സ്ക്വാഡ് പിടികൂടി. കൊല്ലം സ്വദേശി ഗ്യാസ് രാജേന്ദ്രനാണ് പിടിയിലായത്. കേരളത്തിൽ കൊട്ടേഷൻ സംഘമായി പ്രവർത്തിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ. TP വധക്കേസ് പ്രതികൾക്ക് വിയൂർ സെൻട്രൽ ജയിലിൽ സുഖവാസം ഒരുക്കി നൽകുകയാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് A നാഗേഷ്. ബുള്ളറ്റിൻ അവസാനിക്കുന്നു. ശുഭരാത്രി.